എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2024 അന്താരാഷ്ട്ര പുഷ്പമേളയുടെ വേദി. 2024 അന്താരാഷ്ട്ര പുഷ്പമേളയുടെ വേദി വയനാട്. വയനാടാണ് 2024 അന്താരാഷ്ട്ര പുഷ്പമേളയുടെ വേദി. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃതാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന. അടുത്തിടെ മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം. മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525. മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് 525 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പേടകം ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത്. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പേടകം ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6-ന്. 2024 ജനുവരി 6-നാണ് 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പേടകം ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത്. പ്രൊഫസർ MK സാനു പുരസ്കാരം 2024 ലഭിച്ചത്. പ്രൊഫസർ MK സാനു പുരസ്കാരം 2024 ലഭിച്ചത് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർക്കാണ് 2024 പ്രൊഫസർ MK സാനു പുരസ്കാരം ലഭിച്ചത്. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രൊഫസർ MK സാനു. പ്രൊഫസർ MK സാനുവാണ് മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടികൾ അതിദരിദ്രരായ കുടുംബങ്ങളെ സഹായിക്കുന്ന പദ്ധതി. ആലപ്പുഴ ജില്ലയിൽ കുട്ടികൾ അതിദരിദ്രരായ കുടുംബങ്ങളെ സഹായിക്കുന്ന പദ്ധതി ചിൽഡ്രൻ ഫോർ ആലപ്പി ഒരു പിടി നന്മ. ചിൽഡ്രൻ ഫോർ ആലപ്പി ഒരു പിടി നന്മ പദ്ധതിയാണ് ആലപ്പുഴ ജില്ലയിൽ കുട്ടികൾ അതിദരിദ്രരായ കുടുംബങ്ങളെ സഹായിക്കുന്ന പദ്ധതി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹയായത് JB മേത്തർ. JB മേത്തറാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹയായത്. കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യ രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനം. കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യ രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനം C-130J വിമാനം. C-130J വിമാനമാണ് കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യ രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനം. ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം. ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം. 2024 ജനുവരിയിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ടെലിഫോൺ മൊബൈൽ ഫോൺ സാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം. 2024 ജനുവരിയിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ടെലിഫോൺ മൊബൈൽ ഫോൺ സാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 2. റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 100 പേർക്ക് 122 ഫോണാണ്. 2024 ജനുവരിയിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ടെലിഫോൺ മൊബൈൽ ഫോൺ സാന്ദ്രതയിൽ കേരളത്തിന് 2ാം സ്ഥാനമാണ്. നാസയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. നാസയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ISRO. ISROയാണ് നാസയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയായത്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയായത് തൃശ്ശൂർ. തൃശ്ശൂരാണ് കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയായത്. U-Turn എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. U-Turn എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് AV അനൂപ്. AV അനൂപാണ് U-Turn എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതികളുടെ വിവർത്തനത്തിലൂടെ മലയാള സാഹിത്യത്തെ ജപ്പാന് പരിചയപ്പെടുത്തി 2024 ജനുവരിയിൽ അന്തരിച്ച എഴുത്തുകാരി തക്കാക്കോ തോമസ് മുല്ലൂർ. തക്കാക്കോ തോമസ് മുല്ലൂറാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതികളുടെ വിവർത്തനത്തിലൂടെ മലയാള സാഹിത്യത്തെ
ജപ്പാന് പരിചയപ്പെടുത്തി 2024 ജനുവരിയിൽ അന്തരിച്ച എഴുത്തുകാരി തക്കാക്കോ തോമസ് മുല്ലൂർ. ലോക വ്യാപാര സംഘടനയുടെ WTOയുടെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത്. ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത് സെന്തിൽ പാണ്ഡ്യൻ. സെന്തിൽ പാണ്ഡ്യനാണ് ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത്. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ആയുഷ് സേവനങ്ങൾക്കായുള്ള OP വിഭാഗത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന സംസ്ഥാനം. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ആയുഷ് സേവനങ്ങൾക്കായുള്ള OP വിഭാഗത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന സംസ്ഥാനം കേരളം. കേരളമാണ് നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ആയുഷ് സേവനങ്ങൾക്കായുള്ള OP വിഭാഗത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന സംസ്ഥാനം. അരുണാചൽ പ്രദേശിൽ നടന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗങ്ങളിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി. അരുണാചൽ പ്രദേശിൽ നടന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗങ്ങളിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി അമൃത പി സുനി. അമൃത പി സുനിയാണ് അരുണാചൽ പ്രദേശിൽ നടന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗങ്ങളിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി. 2024 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് വേദി. 2024 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് വേദി വെസ്റ്റ് ഇൻഡീസും USA-യും. വെസ്റ്റ് ഇൻഡീസിലും USA-യിലുമായിട്ടാണ് 2024 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത്. 22 വർഷത്തിന് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി. 22 വർഷത്തിന് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ് ആണ് 22 വർഷത്തിന് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി. സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന. സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് പരിശോധനയാണ് സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് PK വീരമണിദാസ്. PK വീരമണിദാസ് ആണ് 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് E. സന്തോഷ് കുമാർ. E. സന്തോഷ് കുമാറിനാണ് നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് E. സന്തോഷ് കുമാർ. 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരത്തിന് അർഹനായത്. 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് പുനലൂർ സോമരാജൻ. പുനലൂർ സോമരാജനാണ് 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടറായി നിയമിതനായത്. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടറായി നിയമിതനായത് ഹെർമൻ ക്രൂസ്. ഹെർമൻ ക്രൂസ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടറായി നിയമിതനായത്. 2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ. 2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് റാഷിദ് ഖാൻ. ഉസ്താദ് റാഷിദ് ഖാനാണ് 2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം. കഥാകൃത്ത് ടി പത്മനാഭൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ. കഥാകൃത്ത് ടി പത്മനാഭൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ നളിനകാന്തി. സംവിധാനം സുസ്മേഷ് ചന്ദ്രോത്ത്. നളിനകാന്തിയാണ് കഥാകൃത്ത് ടി പത്മനാഭൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. റോബോട്ടിൻ്റെ പേര് എലീന എന്നാണ്. കോട്ടയത്തെ എലിക്കുളം ഗ്രാമപഞ്ചായത്താണ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ വേണ്ടി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം.
തൻ്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി. തൻ്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി തൻ്റെ ഇടം. തൻ്റെ ഇടം പദ്ധതിയാണ് തൻ്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി. 17ാം ലോകസഭയിലെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള MP. 17ാം ലോകസഭയിലെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള MP NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രനാണ് 17ാം ലോകസഭയിൽ ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള MP. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൻഹൈമർ. സംവിധാനം ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൻഹൈമറാണ് 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ. ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി തന്മുദ്ര. തന്മുദ്ര പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും MG സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ വ്യക്തി. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും MG സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ വ്യക്തി ഡോക്ടർ A. സുകുമാരൻ നായർ. ഡോക്ടർ A. സുകുമാരൻ നായരാണ് 2024 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും MG സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ വ്യക്തി. മിസ് യൂണിവേഴ്സ് ട്രാൻസ് ഓർഗനൈസേഷൻ്റെ 2023 കർവി യൂണിവേഴ്സ് ട്രാൻസ് പട്ടം നേടിയത്. മിസ് യൂണിവേഴ്സ് ട്രാൻസ് ഓർഗനൈസേഷൻ്റെ 2023 കർവി യൂണിവേഴ്സ് ട്രാൻസ് പട്ടം നേടിയത് തീർത്ഥ സാർവിക. തീർത്ഥ സാർവികയാണ് മിസ് യൂണിവേഴ്സ് ട്രാൻസ് ഓർഗനൈസേഷൻ്റെ 2023 കർവി യൂണിവേഴ്സ് ട്രാൻസ് പട്ടം നേടിയത്. 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽക്കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കുകപ്പൽ. 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽക്കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കുകപ്പൽ MV ലില നോർഫോക്ക്. MV ലില നോർഫോക്കാണ് 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽക്കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കുകപ്പൽ. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനാകുന്നത്. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനാക്കുന്നത് UV ജോസ്. UV ജോസ് ആണ് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനാകുന്നത്. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതോടെ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം മാലിദ്വീപ്. മാലിദ്വീപാണ് 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതോടെ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം മാലിദ്വീപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം. രാജ്യത്തെ കായിക പ്രചരണത്തിനും വികസനത്തിനും സംഘടനകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അവാർഡായ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത്. രാജ്യത്തെ കായിക പ്രചരണത്തിനും വികസനത്തിനും സംഘടനകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അവാർഡായ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത് ജെയിൻ യൂണിവേഴ്സിറ്റി. ജെയിൻ യൂണിവേഴ്സിറ്റിക്കാണ് രാജ്യത്തെ കായിക പ്രചരണത്തിനും വികസനത്തിനും സംഘടനകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അവാർഡായ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത്. 2024 ജനുവരിയിൽ ശതാഭിഷേകം 84ാമത്തെ ജന്മദിനം ആഘോഷിച്ച മലയാള ഗായകൻ. 2024 ജനുവരിയിൽ ശതാഭിഷേകം ആഘോഷിച്ച മലയാള ഗായകൻ യേശുദാസ്. യേശുദാസാണ് 2024 ജനുവരിയിൽ ശതാഭിഷേകം ആഘോഷിച്ച മലയാള ഗായകൻ. കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയ കോർപ്പറേഷൻ. കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയ കോർപ്പറേഷൻ കോഴിക്കോട്.
കോഴിക്കോട് കോർപ്പറേഷനാണ് കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയ കോർപ്പറേഷൻ. 2024 ജനുവരി 8 മുതൽ 13 വരെ ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. 2024 ജനുവരി 8 മുതൽ 13 വരെ ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഗോവ. ഗോവയാണ് 2024 ജനുവരി 8 മുതൽ 13 വരെ ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. പ്രമേഹ ചികിത്സയിലെ നൂതന സംഭാവനകൾക്കായുള്ള ദേശീയ പുരസ്കാരം നേടിയത്. പ്രമേഹ ചികിത്സയിലെ നൂതന സംഭാവനകൾക്കായുള്ള ദേശീയ പുരസ്കാരം നേടിയത് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്. ഡോക്ടർ ജ്യോതിദേവ് കേശവദേവാണ് പ്രമേഹ ചികിത്സയിലെ നൂതന സംഭാവനകൾക്കായുള്ള ദേശീയ പുരസ്കാരം നേടിയത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത്. സപ്ലൈകോയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ. ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമനാണ് സപ്ലൈകോയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത്. 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മയാണ് 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. 2024 ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത്. 2024 ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റാണ് 2024 ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത്. വിങ്സ് ഇന്ത്യ 2024 വേദി. വിങ്സ് ഇന്ത്യ 2024 വേദി ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് വിങ്സ് ഇന്ത്യ 2024 വേദി. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യ. ഇന്ത്യയാണ് യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏതു കലാമേഖലയിലാണ്? 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏതു കലാമേഖലയിലാണ്? കഥകളി. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏതു കലാമേഖലയിലാണ്? കഥകളി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.